അപ്പോൾ നമ്മുടെ ബാലി ട്രിപ്പിൻ്റെ 4ാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്ന് ഒരുപാട് ലൊക്കേഷൻസ് ഈ വീഡിയോയിലൂടെ കാണുന്നുണ്ട്. നമ്മൾ ആദ്യം കാണാൻ പോകുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞത് തനാ ലോട്ട് ടെമ്പിളാണ്. ബാലിയുടെ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ടെമ്പിളാണ് തനാ ലോട്ട് ടെമ്പിൾ. ഈ ടെമ്പിളിനകത്തേക്ക് കയറാനുള്ള പ്രവേശനം നമുക്ക് ഇപ്പോൾ ഇല്ല, നമുക്ക് കാരണം വൈകിട്ടാണ് ഇതിൻ്റെ ഒരു സമയം എന്നുള്ളത്. പക്ഷേ നമുക്ക് എല്ലാവർക്കും എപ്പോഴും കയറാൻ പറ്റുന്ന ഒരു ടെമ്പിളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ആദ്യം പോകുന്നത് തനാ ലോട്ട് ടെമ്പിൾ കാണാനാണ്. കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ ടെമ്പിൾ കാണാൻ പ്രത്യേക ഭംഗിയാണ്. മാത്രമല്ല ഒരുപാട് ഫോട്ടോ സ്പോട്ടുകളുമുള്ള ഒരു അടിപൊളിയൊരു ടെമ്പിളാണ്. നമ്മൾ പോകുന്ന വഴിക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ബിൽഡിങ്സും അമ്പലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ തനാ ലോട്ട് ടെമ്പിളിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ പോകാം. എന്ത് നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണല്ലേ. നമ്മൾ ബാലിയിൽ ഒരുപാട് സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് കേരളത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഈ കാണുന്ന പാടങ്ങളും മരങ്ങളും ചില കെട്ടിടങ്ങൾ പോലും നമുക്ക് കേരളത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ തനാ ലോട്ട് ടെമ്പിളിൻ്റെ എൻട്രൻസിലെത്തി. നമുക്ക് പാക്കേജ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ പാസും എല്ലാം ഓൾറെഡി പാക്കേജിലുണ്ടായിരുന്നു. കയറി കഴിഞ്ഞാൽ ഉടനെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഒരു സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണ്. ഒരുപാട് സ്ട്രീറ്റ് ഷോപ്പിംഗ് ഫെസിലിറ്റീസ് ഉണ്ട് ഇവിടെ. ഡ്രസ്സുകളും പെയിൻറ്റിങ്സും തൊപ്പികളും അങ്ങനെയുള്ള ഒരുപാട് അല്ലാതെ ബാലി സൂവനേഴ്സൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്ട്രീറ്റ് ഷോപ്പിങ്ങിൻ്റെ അകത്തൂടെയാണ് നമ്മൾ ഈ തനാ ലോട്ട് ടെമ്പിളിലേക്ക് കയറുന്നത്. അതുകൂടാതെ തന്നെ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്ന ബാലി പെയിൻറ്റിങ്സും ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പെയിൻറ്റിങ്സിനൊക്കെ നല്ല റേറ്റാണ്, നമ്മൾ ബാർഗൈൻ ചെയ്ത് മാത്രമേ വാങ്ങിക്കാവുള്ളൂ. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ലുവാക്ക് കോഫി ഉണ്ടാക്കുന്ന ലുവാക്കിനെ കണ്ടു. അപ്പോൾ ആ ലുവാക്കിനെ വെച്ച് കോഫി ഉണ്ടാക്കുന്ന മറ്റ് 1-2 ഷോപ്പുകളും നമുക്ക് ഇതിൻ്റെ അടുത്ത് നമുക്ക് കാണാൻ പറ്റി. ആ കടലിന് നടുക്ക് കാണുന്ന ഒരു അമ്പലമാണ് തനാ ലോട്ട് ടെമ്പിൾ എന്ന് പറയുന്നത്. 16th സെഞ്ച്വറിയിൽ ബാലിയിലെ 7 സീ ടെമ്പിൾസിൽ ഒന്നായിട്ട് പണിഞ്ഞ ഒരു അമ്പലമാണ് ഈ തനാ ലോട്ട് ടെമ്പിൾ എന്ന് പറയുന്നത്. തനാ ലോട്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ലാൻഡ് ഓഫ് സീ എന്നാണ്. അതായത് കടലിനെ പ്രതികരിക്കുന്ന ഒരു അമ്പലമാണിത്. ബാലിയിൽ ഏകദേശം 7ഓളം അങ്ങനെയുള്ള ടെമ്പിൾസ് ഉണ്ട്. 16ാം നൂറ്റാണ്ടിൽ പണിഞ്ഞ ഒരു ടെമ്പിളാണിത്. പിന്നെ മറ്റൊരു കൺസെപ്റ്റും ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺമാരീഡ് കപ്പിൾസ്, അതായത് ഗേൾഫ്രണ്ടും ബോയ്ഫ്രണ്ടുമായിട്ടൊക്കെ വരുന്നവർ ഈ അമ്പലത്തിൽ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവരുടെ റിലേഷൻഷിപ്പ് അതോടെ എൻഡാകും എന്നുള്ള ഒരു മിത്തും ഈ അമ്പലത്തിനെ പറ്റി ഇവിടുത്തെ നാട്ടുകാർക്കുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരുപാട് കപ്പിൾസ് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമാണിത്. കാരണം വൈകിട്ട് 6 തൊട്ട് 7 വരെയാണ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടെന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ പാക്കേജ് പ്രകാരം നമുക്ക് രാവിലെയായിരുന്നു ഇവിടുത്തെ വിസിറ്റ് ചെയ്യാനുള്ള ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് തനാ ലോട്ട് ടെമ്പിൾ. അപ്പോൾ നമ്മൾ തനാ ലോട്ട് ടെമ്പിൾ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പോകുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് അലാസ്കഡാട്ടൻ എന്ന് പറയുന്ന ഒരു മങ്കി ഫോറസ്റ്റാണ്. അലാസ്കഡാട്ടൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ടെമ്പിളാണ്. ഇവിടെ ഒരുപാട് സ്ഥലത്ത്, അതായത് ഏകദേശം ഒരു 1000 ഏക്കറോളം വരുന്ന ഒരു വലിയൊരു ഫോറസ്റ്റിനകത്ത് ഫ്രീ ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് മങ്കീസ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അമ്പലവുമുള്ള ഒരു വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റിന് നടക്കുന്ന തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ് അലാസ്കഡാട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ അകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് വാനരന്മാരിങ്ങനെ ഓടി നടക്കുന്നത് കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വിശ്വാസം കുരങ്ങന്മാരെ ദൈവത്തിന് തുല്യം ആരാധിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ബാലി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു അമ്പലമാണ് ഈ ഒരു അലാസ്കഡാട്ടൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഗൈഡ് ഉണ്ടായിരുന്നു ഇവിടുന്ന്. ഇപ്പോൾ ഈ ഗൈഡ് നമുക്ക് അവിടുത്തെ ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചു തന്നു. അതുകൂടാതെ തന്നെ ഇവിടെ ലോക്കലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കുറച്ച് ഷോപ്പിംഗ് ഐറ്റംസും നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തി. അപ്പോൾ അമ്പലത്തിനകത്തേക്ക് നമുക്ക് കയറാൻ പ്രവേശനമില്ല, കാരണം അതിന് പ്രത്യേക സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് അതിൻ്റെ മെയിൻ അമ്പലത്തിൻ്റെ ഒരു ഗേറ്റും ഒരു പ്രവേശന കവാടം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് കണ്ടതിന് ശേഷം നമുക്ക് അവിടുത്തെ കുറച്ച് വാനരന്മാരുടെ കുറച്ച് പരിപാടികളൊക്കെ നമുക്ക് കാണാനുള്ള ചെറിയൊരു ഭാഗ്യമുണ്ടായി. ഒരു കുളത്തിലേക്ക് ചാടുന്ന കുറേ കുരങ്ങന്മാരെയും അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു. അപ്പോൾ നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരിയാണ് നമുക്ക് ഈ ടെമ്പിളിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ആ ഒരു ടെമ്പിളിൻ്റെ ഉൾവശം. നമുക്ക് വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അകത്ത് കയറുന്നേ ഉള്ളൂ. ബാലിയിലെ ഒട്ടുമിക്ക എല്ലാ ടെമ്പിളിനുള്ള ആ ഒരു സെയിം സ്ട്രക്ചർ തന്നെയാണ് ഈ ഒരു അലാസ്കഡാട്ടൻ എന്ന് പറയുന്ന ടെമ്പിളിനുള്ളത്.
പിന്നെ മാത്രമല്ല നമ്മൾ ഈ ബാലിയിലെ ഇത്രയും ഒരു വലിയൊരു സിറ്റി പോലത്തെ ഒരു സ്ഥലത്തിനകത്തൊരു കാട് ഉള്ളതെന്ന് പറയുന്നത് തന്നെ വളരെ അതിശയമായിട്ടുള്ള സംഭവമാണ്. നല്ല കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള വളരെ പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. ഇത്രയും അടിപൊളി സ്ഥലത്താണ് ഈ ഒരുപാട് കുരങ്ങന്മാരിവിടെ താമസിക്കുന്നത്. അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളൊരു എക്കോസിസ്റ്റം തന്നെ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും അലാസ്ക ഡെസർട്ടിൽ കാണാനുള്ളത്. അടുത്തത് നമ്മൾ പോയത് ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ 100% പ്ലാന്റ് ബേസ്ഡ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ് നമ്മൾ പോയത്. ജംഗിൾ ഗോൾഡ് ബാലി എന്ന് പറയുന്ന ഒരു ചോക്ലേറ്റ് ഫാക്ടറി ആയിരുന്നു അത്. 2010 മുതലാണ് ഇവർ കംപ്ലീറ്റ്ലി ഒരു 100% പ്ലാന്റ് ബേസ്ഡ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ആയിട്ട് മാറിയത്. അതിന് മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവർ ചോക്ലേറ്റ് മാനുഫാക്ചറിങ്ങിലുള്ള ഒരു ബ്രാൻഡാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും അവിടെ അവർ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസും ഒക്കെ നമ്മളെ പരിചയപ്പെടുത്തും. ആ ഒരു കൊക്കോയും അതിൻ്റെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തും. പിന്നെ അത് കൂടാതെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചോക്ലേറ്റ് എങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ഔട്ട് വരുന്നത്, എന്തൊക്കെ ടൈപ്പാണുള്ളതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തും. അതുകൂടാതെ തന്നെ അവിടെ ഒരു ചെറിയൊരു കഫറ്റീരിയ ഉണ്ട്. അവിടെ നമുക്ക് ഈ ജംഗിൾ ഗോൾഡ് ബാലിയുടെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ചോക്ലേറ്റ് ഡ്രിങ്ക്സും ബിവറേജസൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കൂടാതെ സ്നാക്സും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ മറ്റൊരു മലയാളി ഹണിമൂൺ കപ്പിൾസിനെ കണ്ടിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു. അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഒരു ഉൾവശം. അതിൻ്റെ മെഷീൻസൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് ഏകദേശം വരുന്നത് 1 ലക്ഷം ബാലിനീസ് റുപ്പിയാണ്. ഏകദേശം ഒരു 500 രൂപ ഏകദേശം അത്രയും വരും നമ്മുടെ ഇന്ത്യൻ റുപ്പി എന്ന് പറയുമ്പോഴത്തേക്കിനും. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ചെറിയ ഒരു ഹോസ്പിറ്റാലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഒരു റിസപ്ഷനായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ജസ്റ്റ് ബേസിക്കായിട്ടൊരു ഇവിടുത്തെ ഒരു ചോക്ലേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ ഒന്ന് മനസ്സിലാവും. അപ്പോൾ കുറച്ച് ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ചോക്ലേറ്റ് പാക്ക് വാങ്ങിച്ചിട്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് ഉലുൻ ദനു ടെമ്പിളാണ്. ഈ ടെമ്പിളിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് ഇൻസ്റ്റാഗ്രാം ഫോട്ടോസിൽ വൈറലായിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ ഫ്രണ്ടിൽ ഒരു SUV പോകുന്നത് കണ്ടു. നമ്മൾ നോക്കിയപ്പോഴത്തേക്കിനും നമ്മുടെ ജിപ്സിയാണ് പോകുന്നത്. ചെറിയ ബോഡി പാനൽ ഡിഫറൻസ് മാത്രമേ ഈ ജിപ്സിക്കുള്ളൂ. അല്ലാതെ നമുക്ക് അടുത്ത് കാണാൻ മനസ്സിലാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ടുകൊണ്ട് MT ടയറൊക്കെ ഇട്ട് സ്റ്റീൽ റിംസൊക്കെ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താണ്. അടുത്ത് വന്നപ്പോഴാണ് എനിക്കും ക്ലിയറായിട്ട് മനസ്സിലായത് ഒരു ജിപ്സി ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത് വരെ നമുക്ക് കാണാം. നല്ല അടിപൊളിയായിട്ട് പോകുന്ന വെൽ മെയിൻറ്റൈൻഡ് ഒരു ജിപ്സിയാണ്. അപ്പോൾ നമ്മൾ ഉലുൻ ദനു ടെമ്പിളിൻ്റെ ആ ഒരു ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഗൈഡ് നമുക്ക് വേണ്ടിയുള്ള പാസും ടിക്കറ്റൊക്കെ എടുത്തു. നമ്മൾ അതിൻ്റെ ഒരു എൻട്രൻസ് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പാർക്കാണെന്ന് തോന്നുള്ളൂ. ഇതൊരിക്കലും ഒരു ടെമ്പിളാണെന്ന് തോന്നുകയില്ല. ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ഒരു ലേക്കിലാണ്. ഇവിടുത്തെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ ഈ അമ്പലത്തിൽ ഹിന്ദു ദൈവങ്ങളായ ബ്രഹ്മ, വിഷ്ണു, ശിവൻ അവരെ ആണ് ഈ അമ്പലത്തിൽ പൂജിക്കുന്നത്. ഒരു ഹിന്ദു ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചറാണ് ഈ ഒരു അമ്പലത്തിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബാലിയിലെ മിക്ക ടെമ്പിൾസിനും കാണുന്ന ഒരു കവാടത്തിനടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഇവിടെ വരുന്ന എല്ലാ ടൂറിസ്റ്റുകളുടെയും ഒരു ആഗ്രഹമാണ്. അപ്പോൾ നമ്മളങ്ങനെ ഇവിടുത്തെ ഒരു മേജർ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ് ഉലുൻ ദനു ടെമ്പിളിൽ. അപ്പോൾ ഇവിടെ വെച്ച് നമ്മളും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ കണ്ടുവരുന്ന ഒരുപാട് അടിപൊളി ലൊക്കേഷനാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ടെമ്പിൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു ലൊക്കേഷൻ മനസ്സിലായി കാണും. കാരണം ഈ ഒരു ലൊക്കേഷനാണ് ഒരുപാട് പേര് ഫോട്ടോ ഇട്ട് തകർക്കുന്ന ബാലിയിലെ ലൊക്കേഷൻസിലൊന്ന്. അപ്പോൾ ഈ ഒരു ടെമ്പിൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ തൊട്ട് പുറകിലൊരു ലേക്കാണ്. അതിന് പുറകിൽ വലിയ ഒരു മൗണ്ടനും കാണാം. അപ്പോൾ അവിടെ എപ്പോഴും ഒരു തണുപ്പും മഞ്ഞുമൊക്കെ ഉള്ള ഒരു ക്ലൈമറ്റാണുള്ളത്. കൂടാതെ നമുക്ക് കോടയൊക്കെ നിറഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് തന്നെ
ഫോട്ടോയൊക്കെ എടുക്കുമ്പോഴത്തേനും ബാക്ക്ഗ്രൗണ്ടൊക്കെ വളരെ മനോഹരമാണ്. അടിപൊളി ഫോട്ടോസ് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു. അതിന് ശേഷമാണ് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് പോയത്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ കാണാനായിട്ട് ഒരുപാട് ഏക്കറുകൾ പടർന്നു കിടക്കുന്ന ഒരു പാർക്കാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് തീർത്ഥഗംഗയാണ്. തീർത്ഥഗംഗയുടെ അർത്ഥം മറ്റൊന്നുമല്ല, ഗംഗയിലെ വെള്ളം എന്ന് തന്നെയാണ് അർത്ഥമുള്ളത്. ഇത് ഏകദേശം ഒരു ഹെക്ടറിൽ പരന്ന് കിടക്കുന്ന ഒരു പഴയ ഒരു കൊട്ടാരമായിരുന്നു, ഒരു ജലകൊട്ടാരം എന്നൊക്കെ തന്നെ പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ തീർത്ഥഗംഗയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു പ്രധാന ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് മീനുകളുണ്ട്. അവിടുത്തെ കുളത്തിലും വെള്ളത്തിലൊക്കെ ഒരുപാട് മീനുകളുണ്ട്. അപ്പോൾ ആ മീനുകൾക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി. അത് കൂടാതെ തന്നെ ആ ഫുഡ് കൊടുക്കുന്ന ആ ഒരു ഫോട്ടോയും വീഡിയോയും തന്നെ ഒരുപാട് ആൾക്കാർ എടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ശരിക്കും പറഞ്ഞാൽ ബാലിയിലെ മറ്റൊരു ഫോട്ടോജനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫോട്ടോ സ്പോട്ടാണ് ഈ ഒരു തീർത്ഥഗംഗ എന്ന് പറയുന്നത്. മിക്ക ടൂർ പാക്കേജുകളും ഇതൊരു അവസാനത്തെ ഒരു സ്പോട്ടായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഒരിക്കലും നിങ്ങൾ മിസ്സ് ചെയ്യരുതാത്ത ഒരു സ്ഥലമാണ് ഈ ഒരു തീർത്ഥഗംഗ എന്ന് പറയുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് ഫുഡ് സ്പോട്ടുകളും അതുപോലെ ഷോപ്പിംഗ് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. കൂടുതലും ഫുഡ് സ്പോട്ടുകളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മുടെ ഗൈഡ് നമ്മളെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. തീർത്ഥഗംഗ നമ്മൾ എത്താറായിരിക്കുകയാണ്. തീർത്ഥഗംഗയിൽ നമുക്ക് ചെല്ലുമ്പോൾ കാണാം അവിടെ കുളത്തിന് നടുക്കൊക്കെ ആയിട്ടുള്ള ഒരുപാട് കല്ലുകൾ നമുക്ക് നടന്നു പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിന് നടുക്കൂടെ നമുക്ക് ചവിട്ടി പോകാം. അപ്പോൾ അവിടെയാണ് നമുക്ക് മീനുകൾക്കെല്ലാം ഫുഡ് കൊടുക്കാം. അപ്പം അത് വരുന്ന സമയത്ത് നമുക്ക് ഫോട്ടോ എടുക്കുക എന്നൊക്കെ ഉള്ളത് വളരെ എല്ലാവരുടെയും ഒരു ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു തീർത്ഥഗംഗ എന്ന് പറയുന്നത്. മറ്റ് സ്ഥലങ്ങളെ പോലെ തന്നെ തീർത്ഥഗംഗയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാലും നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും എല്ലാ സ്ഥലത്തും ഫോട്ടോ ഫ്രെയിമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ആൾക്കാരിങ്ങനെ മീനിന് ഫുഡ് കൊടുക്കുന്നതും അതിനോട് ചേർന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ. നല്ല വലിപ്പമുള്ള തടിയും മീനുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുഡിന് നമുക്ക് പാക്കറ്റ് ഏകദേശം 5000, 10000 അങ്ങനെയുള്ള ഇന്തോനേഷ്യൻ റുപ്പിയിലാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുക. പിന്നെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ് പ്രധാനമായിട്ടുള്ള ഒരു ആകർഷണം. ഇത് ചെറിയൊരു പാർക്ക് കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ജലക്കൊട്ടാരമെന്നാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യത്തിലുണ്ടായിരുന്നത്. പണ്ടത്തെ പഴയൊരു കൊട്ടാരമായിരുന്നു ഇത്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡെസ്റ്റിനേഷൻ നമ്മൾ കാണാൻ പോകുന്നത് ഗേറ്റ് വേ ഓഫ് ഹെവൻ എന്ന് പറയുന്ന ലെംപുങ്യാങ് ടെമ്പിളാണ്. ഈ ടെമ്പിളിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണിത്. പ്രത്യേകിച്ചും ഇത് ടെമ്പിളാണെന്ന് പലർക്കും അറിവുണ്ടാവില്ല. ഒരു ഹെവനിലേക്കുള്ള ഗേറ്റ് വേ പോലെ തോന്നിക്കുന്ന ഒരു കിടിലൻ ഫോട്ടോ സ്പോട്ടാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇവിടേക്ക് പ്രവേശിക്കാനുള്ള ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ 22,500 ഇന്തോനേഷ്യൻ റുപ്പിയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റു സ്ഥലങ്ങളെ പോലെയല്ല, ഇവിടെ നമുക്ക് നമ്മുടെ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഇവരുടെ ഒരു ബസ്സിൽ മാത്രമേ നമുക്കൊണ്ട് പോകാൻ പറ്റുകയുള്ളൂ. അത്യാവശ്യം കുറേ ഹെയർ പിൻ ബെൻഡൊക്കെ കയറി ചെല്ലേണ്ട ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഇവിടത്തേക്ക് എത്തിപ്പെടാനുള്ള സമയം ഒരുപാട് എടുക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസത്തിൻ്റെ പകുതിയോളം തന്നെ പോകുന്ന ഒരു സംഗതിയാണ് ഇവിടെ വരിക എന്നുള്ളത്. പ്രത്യേകിച്ചും ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം, അതായത് ഒരു 2-3 സെക്കൻഡിലെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ഒരുപാട് സമയം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ആകെയുള്ള ഒരു നെഗറ്റീവ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങൾക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ലെംപുങ്യാങ് ടെമ്പിൾ എന്ന് പറയുന്നത്. ബസ്സിൽ നിന്ന് ഇറങ്ങിയ ശേഷം അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു കൗണ്ടറിൽ ചെന്നിട്ട് നമുക്ക് ഈ അമ്പലത്തിൽ പ്രവേശിക്കുമ്പോൾ ഇടാനായിട്ടുള്ള ഒരു ഷോളും ഒരു മുണ്ട് പോലത്തെ അവിടുത്തെ ബാലിയിലെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു മെറ്റീരിയലും തരും. കാരണം ഇത് ഇവിടുത്തെ ആചാരപ്രകാരം ഇവിടുത്തെ അമ്പലത്തിലൊക്കെ നമ്മൾ ഇതുപോലത്തെ ഒരു മുണ്ടും പുറത്തൊരു ഷോളും ധരിച്ചു വേണം കയറാൻ. അത് ബാലിയിലെ അവിടുത്തെ ഒരു പ്രത്യേക കഷ്ടമാണ്. നമ്മൾ ഇവിടുത്തെ നാട്ടിലെ ചില അമ്പലങ്ങളിലൊക്കെ ഉള്ള പോലെ തന്നെ സെയിം ആചാരം തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ പിന്നീട് ഒരു 50 തൊട്ട് 100 മീറ്റർ വരെ നമ്മൾ കുറച്ച് നടന്ന് കയറും. നല്ല കുത്തിനുള്ള കയറ്റമാണ്. നടന്ന് കയറി കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് തിരിയുമ്പോഴാണ് ഈ ഒരു ലെംപുങ്യാങ് ടെമ്പിൾ ഉള്ളത്.
ഇവിടെ വന്നു കഴിയുമ്പോഴാണ് ശരിക്കും നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഫോട്ടോയിൽ കാണുന്ന പോലെ അത്രയും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല. കാരണം ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ എടുക്കുന്ന ടിക്കറ്റ് അനുസരിച്ച് ഇവിടെ ടോക്കൺ അനുസരിച്ചാണ് ഇവിടെ ഫോട്ടോ എടുക്കാൻ വിളിക്കുക. ഇവിടെ ഫോട്ടോ എടുക്കുന്നത് ബേസിക്കലി അവിടെ ആ കുട പോലുള്ള സ്ഥലത്ത് കുറച്ച് പേര് ഇരിപ്പുണ്ട്. അവർ നമ്മുടെ അടുത്ത് അവിടെ ഫ്രെയിമിൽ പോയി നിൽക്കാൻ പറഞ്ഞിട്ട് മൊബൈൽ ഫോൺ ഫോട്ടോയുടെ താഴെ പ്ലേസ് ചെയ്തിട്ട് റിഫ്ലക്ഷൻ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്താണ് ഇവർ ഫോട്ടോ എടുക്കുന്നത്. നമുക്ക് വന്ന് കിട്ടിയ ടോക്കൺ 200 ആയിരുന്നു. 2 തൊട്ട് 3 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് അതിനു വേണ്ടി സമയമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ സ്ഥലത്ത് പോയി ഫോട്ടോയൊക്കെ എടുക്കുക. ബാലിയിൽ 1-2 സ്പോട്ടിലൂടെ നമ്മൾ പോയിരുന്നു, പക്ഷേ അത് നമ്മൾ വീഡിയോ എടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ അത് വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ബാലി സീരീസിന് നമ്മൾ പോയിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ കാഴ്ചവെക്കുന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു കൺട്രിയാണ് ബാലി. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഈസ് ദീപക് സൈനിങ് ഔട്ട്. താങ്ക് യു.